ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പനീർ ടിക്ക എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം പനീറാണ് എടുക്കുന്നത്. അതിനനുസരിച്ചുള്ള മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. എല്ലാ പൊടികളും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവുന്നത് തന്നെയാണ്. അപ്പം നിങ്ങളെടുക്കുന്ന പനീറിൻ്റെ അളവ് കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള മസാലപ്പൊടികളിലെ വ്യത്യാസം വരുത്തണം കേട്ടോ. അപ്പം ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിക്കേണ്ടത്. അപ്പോൾ ദാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേണം മുറിക്കാൻ. അപ്പം നിങ്ങൾ ഇതിപ്പോൾ 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഇനി 100 ഗ്രാമിൻ്റെ പാക്കറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നിങ്ങളെടുക്കുന്ന പനീറിൻ്റെ അളവ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ വേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിതാ മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു തിക്കാണ് ഒരു മസാല ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 സ്പൂൺ ജീരകപ്പൊടി, 1.5 സ്പൂൺ ഗരം മസാല പൊടി, പിന്നെ വേണ്ടത് 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അത് നല്ല കളറ് കിട്ടും നമുക്ക്. പിന്നെ വേണ്ടത് ഏകദേശം ഒരു 3/4 സ്പൂണോളം കുരുമുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് 1/4 കപ്പ് തൈര് വേണം. നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഒരു ക്യാപ്സിക്കം പകുതി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി മുറിച്ച് ഇതേപോലെ സ്ക്വയറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബാറ്ററിലേക്ക് ഇതെല്ലാം കൂടെ ഞാനത് മിക്സ് ചെയ്യുന്നത് കാണിക്കാൻ വിട്ടു. ഈ ബാറ്റർ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും പിന്നെ ക്യാപ്സിക്കവും ഓണിയനൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഈ ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല. അതാ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഇതൊരു 1 മണിക്കൂറോളം മാറ്റി വയ്ക്കണം. 1-2 മണിക്കൂർ ആയാലും കുഴപ്പമില്ല. ഇനി ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പം അരമണിക്കൂർ മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതൊരു സ്ക്വയറിലൊന്ന് കുത്തിയെടുക്കണം. അപ്പം ഞാനിപ്പം ഈ ഒരു സൈസാണ് കേട്ടോ എടുത്തത്. ഇനി നിങ്ങളടുത്ത് ഇതില്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈർക്കിലുണ്ടല്ലോ അത് ഉപയോഗിക്കാം. ഇനി അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ ഡയറക്റ്റായിട്ട് പാനിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കഷ്ണം പനീർ, പിന്നെ ക്യാപ്സിക്കം, പിന്നെ വീണ്ടും പനീർ, ഓണിയൻ, പനീർ അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. ദാ ഇതുപോലെ ഞാൻ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ചെറിയ കുട്ടികളുള്ള അമ്മമാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങൾക്കും പനീർ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നമുക്ക് സേഫായിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ദാ ഞാൻ ബാക്കിയുള്ളതും ദാ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്. വെളിച്ചെണ്ണയുടെ ടേസ്റ്റുമായിട്ട് ഇതിന് കുറച്ചൊരു മാച്ച് ആവാത്ത പോലെ തോന്നിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എപ്പോഴും തീയുടെ അളവ് ഒന്ന് ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആരും ഇത് കരിക്കരുത്. 2 സൈഡും നമുക്ക് ഇതേപോലെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പനീർ ടിക്ക ഇവിടെ റെഡി ആയിട്ടോ. അപ്പം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിപ്പോൾ ഇത് അങ്ങനെ തന്നെ കഴിക്കും. അപ്പോൾ ഞാൻ ഫോട്ടോയ്ക്ക് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കുക്കുമ്പർ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പനീർ ടിക്ക ഇവിടെ റെഡിയായി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫോർക്കിൽ കുത്തിയെടുത്തത് കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും, ഹാർഡൊന്നും ആവില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.